ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവരും പുതുവത്സരമൊക്കെ ആഘോഷിച്ചില്ലേ, അടിച്ചു പൊളിച്ചില്ലേ? അപ്പോൾ ഈ പുതുവർഷത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പലരും തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ? 1-ാം തീയതി തുടങ്ങി അത് ചെയ്യണോ? ഞങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മളതൊന്നും ചെയ്യില്ല. നമ്മൾ മടിയാണ് നമ്മുടെ മെയിൻ പ്രശ്നം. അതുപോലെ ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളും കൂടെ ചേർത്ത് ഒരു തീരുമാനം എടുക്കാം. എന്നിട്ട് അടുത്ത വർഷം നമുക്കൊന്ന് നോക്കാം നമ്മൾ ആരായി, എന്തായി, എങ്ങനെയായെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ കുറച്ച് ടിപ്സാണ് നിങ്ങളോട് പറയണത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, യു ആർ ദി ഓഥർ ഓഫ് യുവർ ലൈഫ് കേട്ടോ. നമ്മുടെ ജീവിതം എഴുതുന്നത് നമ്മൾ തന്നെയാണ്. അതിന് കാരണം നമ്മൾ എല്ലാവരുടെയും ചിന്ത അവരങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ, മറ്റവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത്, അല്ലെ ഞാൻ അങ്ങനെ ആകും, അങ്ങനെയൊക്കെ കുറേ നമുക്ക് അബദ്ധ ധാരണകളുണ്ട്. അതൊക്കെ തെറ്റാണ്. നമ്മുടെ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാം. അത് ചെയ്യാൻ കഴിയാണ്ടാണ് നമ്മൾ മറ്റുള്ളവരെയൊക്കെ പഴിചാരി രക്ഷപ്പെടുന്നത്. നമ്മളെ മനസ്സിനെ ബാലൻസ് ചെയ്യണമല്ലോ, അതിനു വേണ്ടിയാണ് ആ കളി. അപ്പോൾ ആ കളി ഈ കൊല്ലം തുടങ്ങി നിർത്തുക കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും സ്വയം കുറ്റങ്ങളും കുറവുകളും സന്തോഷങ്ങളും സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ രണ്ടാമത് കാര്യം എന്താണെന്നോ, നമ്മൾ എന്താവണം, എങ്ങനെ ആവണം, എങ്ങനെ ജീവിക്കണം, എന്തു പറയണം, എന്തുടുക്കണം, എന്ത് ഭക്ഷിക്കണം, ഇതെല്ലാം നമ്മുടെ തന്നെ ചോയ്സാണ്. മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ടും മറ്റുള്ളവർ പറയുന്നത് കണ്ടും ഒന്നും നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താവണം എന്നുള്ളതും എങ്ങനെ ജീവിക്കണം എന്നുള്ളതും നമ്മുടെ തന്നെ ചോയ്സാണ്. പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ നല്ല വശങ്ങളൊക്കെ നമുക്ക് പകർത്താം. മറ്റുള്ളവരുടെ ചീത്ത വശങ്ങൾ കാണാതെ നല്ല വശങ്ങൾ പകർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടക്കും ചിട്ടയുണ്ടാവും കേട്ടോ. അതാണ് രണ്ടാമത്തെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. മൂന്നാമത്തെ ഉള്ള ഒരു ഏറ്റവും വലിയ ഇന്നത്തെ യുവതലമുറയുടെ ഒരു പ്രശ്നമാണ് കംഫർട്ട് സോൺ. ഓക്കെ, ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് ഇറങ്ങി റിസ്ക് എടുക്കാൻ തയ്യാറാവണം ഈ വർഷം. എന്തെങ്കിലും ഒരു കാര്യം റിസ്ക് എടുത്ത് നമ്മൾ വിജയിപ്പിച്ചാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളങ്ങനെ നീങ്ങി എല്ലാ ദിവസം പോലെ നേരം വെളുക്കുക, ജോലിക്ക് പോവുക, വരിക, അങ്ങനെ പോകുന്നതിന് പകരം എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കുക. ചിലപ്പോൾ നമ്മൾ ഫെയിലിയർ ആവുന്നതാണല്ലോ നമ്മുടെ വിജയത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെയാണല്ലോ മഹാന്മാരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിസ്ക് എടുക്കാൻ തയ്യാറാവുക. റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവരെ ജീവിതത്തിൽ വിജയം വരിച്ചിട്ടുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കണം. ഫെയിലിയർ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വലിയ ശാസ്ത്രജ്ഞനായ എഡിസണൊക്കെ ഒന്നും കണ്ടുപിടിക്കില്ലല്ലോ. അവരുടെയൊക്കെ എന്തെല്ലാം പിഴകൾ പറ്റിയിട്ടാണ് ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു പ്രചോദനമാവട്ടെ കേട്ടോ. അടുത്തതായിട്ട് മണി മാനേജ്മെൻറ്റാണ് കേട്ടോ. ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും ലോൺ കിട്ടുമല്ലേ. അപ്പോൾ എല്ലാം കൂടെ ഇന്ന് തന്നെ കാറ് വേണം, വീട് വേണം എന്നൊക്കെയുള്ള ചിന്തയിൽ 4 വശത്തൊന്നും ലോൺ എടുത്ത് കടക്കാരായ ഒത്തിരി കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണേ. നമുക്ക് എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ റിസ്ക് എടുക്കുക, അല്ലാണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയൊരു സമ്പാദ്യം എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. എപ്പോഴും നമ്മൾ ഒരു മാസം എന്തെങ്കിലും കുറച്ച് സേവ് ചെയ്യാൻ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പ്രായമുള്ളവരെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, കുറേ പൈസയുണ്ട് എൻ്റെ കയ്യിലെന്ന് ഓർത്താരും അഹങ്കരിക്കേണ്ടെന്നാണ് പറയണത്. കാരണം ഈ പൈസ നമ്മുടെ കയ്യിലിരുന്നുകൊണ്ട് നമ്മളൊന്ന് വീണു പോയി കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് ഒരു ഗുണവുമില്ല. മറ്റുള്ളവരാണ് നമുക്ക് വേണ്ടി ചിലവാക്കുന്നത്. അപ്പോൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മുടെ പൈസ എടുത്ത് നമുക്ക് വേണ്ടി ചിലവാക്കാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഈ പണമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. എല്ലായിടത്തും സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങളോട്. പിന്നെ അടുത്തതാണ് സമയം. നമ്മൾ സമയം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇന്ന് ആൾക്കാർക്ക്. ആർക്കും സമയമില്ല. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാൽ തന്നെ ആർക്കും സമയമില്ല, ഒന്നിനും സമയമില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റായ ചിന്താഗതിയാണ് കേട്ടോ. കാരണം ഈ മടിയാണ് ഈ സമയമില്ല എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നമുക്കത് ചെയ്യാൻ മടിയാണ്. അപ്പോൾ നമുക്ക് സമയമില്ല, ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണമായി അങ്ങനെ. പക്ഷേ നമുക്കെല്ലാവർക്കും 24 മണിക്കൂർ സഫീഷ്യൻ്റാണ്. നമുക്ക് പഠിക്കാനും ജോലി ചെയ്യാനും വീട്ടു ജോലി ചെയ്യാനും മക്കളെ നോക്കാനും പുറത്തു പോകാനും സിനിമ എല്ലാത്തിനും ഈ 24 മണിക്കൂർ നമുക്ക് മതി. നമ്മളൊന്ന് മനസ്സ് വെക്കണം.
അതുകൊണ്ട് സമയത്തിൻ്റെ പിന്നെ എന്താ പറയുക വാല്യൂ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് ഉള്ള ഇതിനോടനുബന്ധിച്ചാണ് കേട്ടോ, മറ്റുള്ളവരോടുള്ള കാര്യത്തിൽ പ്രായമുള്ളവരെ പോയി കാണുക, അങ്ങനെയൊക്കെ ഉള്ള രോഗികളെ പോയി കാണുക, അപ്പോഴൊക്കെ നമ്മൾ സമയമില്ല എന്നും പറഞ്ഞ് മാറിയിരിക്കരുത്. അത് ഏറ്റവും വലിയ അബദ്ധമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ അവർ മരിച്ചുപോയിട്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഈ സമയം പോലെ തന്നെ ഒന്നാണ് നമ്മുടെ സ്നേഹം, ലവ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കറിയണം. അവരെ പിന്നെ നാളെ കാണുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും നമ്മളത് പ്രകടിപ്പിക്കുകയും പകർന്നു കൊടുക്കുകയും വേണം. അപ്പോഴാണ് നമ്മൾക്കും ഒരു സന്തോഷം, മറ്റുള്ളവർക്കും സന്തോഷം. അവർ മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ അവർ നല്ലവരായിരുന്നു, എനിക്ക് അവരെ കാണാൻ പോകാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളൊരു, നോക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളൊരു മാനസിക പ്രയാസം ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ എപ്പോഴും നമ്മൾ സന്ദർശിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. ഓക്കെ. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്നോ, നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കണം. സെൽഫ് ലവ് എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി കോംപ്ലക്സിലുണ്ടല്ലേ, നമ്മുടെ മുടിയെക്കുറിച്ചും നിറത്തെക്കുറിച്ചും ശരീരഘടനയെക്കുറിച്ചും അങ്ങനെ ഒത്തിരി കോംപ്ലക്സുകളാണ് നമ്മളെ ഭരിക്കണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നമ്മളായിരിക്കുന്ന പോലെ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അയ്യോ എൻ്റെ മുടി ഒഴിഞ്ഞു പോയി, അല്ലെ ഞാൻ കറുത്തതാണ്, അല്ലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി കമൻറ്റ്സ് വരാറുണ്ട്, ഇച്ചിരി കൂടെ കളർ വേണം, മുടി പോയി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എന്താണോ നമ്മുടെ വ്യക്തിത്വം, അതാണ് മറ്റുള്ളവരിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്. അതാണ് മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശാരീരിക വൈകല്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും പ്രശ്നം നിങ്ങളാക്കരുത്. നിങ്ങൾ ആരാവുന്നോ അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ സന്തോഷിക്കുക. എനിക്ക് ഇത്രയെങ്കിലും ദൈവം തന്നല്ലോ, ഇടയ്ക്ക് കണ്ണാടി നോക്കി ഐ ലവ് യു എന്ന് പറയാന്നേ, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതാണ് എടുത്തു പറയാവുന്നത് കേട്ടോ. നമ്മുടെ കോംപ്ലക്സുകൾ മാറ്റി വെക്കുക, അതാണ് പറയാനുള്ളത്. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്നോ, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമ്മൾ കുഞ്ഞിലേ തുടങ്ങി പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നോ, ഹെൽത്ത് ആൾക്കാർക്ക് പ്രശ്നമില്ല. ജിമ്മിൽ പോവുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, ഇതൊക്കെയാണ് ഹെൽത്ത് എന്നാണ് ആൾക്കാർ. അത് വേണം വേണ്ടാന്നല്ല, പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എക്സസൈസ് മെയിനാണ്, ഇല്ലയെന്ന് പറയാം. നമ്മളീ പുറത്തുനിന്നുള്ള ആഹാരം കഴിയുന്നത് ഒഴിവാക്കുക. കഴിയുന്നത് നമ്മുടെ വീട്ടിൽ. ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഹോസ്പിറ്റലുകൾ പെരുകും, അതുപോലെ തന്നെ ഹോട്ടലുകളും ഇങ്ങനെയുള്ള കടകളൊക്കെ പെരുകുന്നുണ്ട്. അതനുസരിച്ച് ഹോസ്പിറ്റലിൽ രോഗികളും പെരുകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ പുറത്തു പോയി കഴിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നും എനിക്ക് നേരമില്ല എന്നും പറഞ്ഞ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾ നിർത്തി വെക്കണം. അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് കേട്ടോ. ഡയറ്റ് കറക്റ്റായിരിക്കണം. ഡയറ്റും അതുപോലെ എക്സസൈസും അതുപോലെ ഉറക്കം, ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അല്ലാണ്ട് പിന്നെ ജിമ്മിൽ പോയി കുറേ എക്സസൈസ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് എല്ലാം കിട്ടില്ല. അതിൻ്റോടൊപ്പം തന്നെ നമ്മൾ ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചേ പറ്റൂ. ഓക്കെ, അതാണ് ഹെൽത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് ചിലവരുണ്ട്, നോ പറയേണ്ടടുത്ത് യേസും പറയും, യേസ് പറയേണ്ടടുത്ത് നോയും പറയും. ഇത് രണ്ടും അപകടമാണ്. നമ്മൾ എന്ത് കാര്യം നോ പറയുമ്പോഴും അത് അവരെങ്ങനെ ബാധിക്കും, നമ്മുടെ ഭാവിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കണം. യെസ് പറയുമ്പോഴും നമ്മൾ ചിന്തിക്കണം അതെങ്ങനെ നമ്മളെ ബാധിക്കും, എങ്ങനെ അവരെ ബാധിക്കുന്നു നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നോ പറയേണ്ടടുത്ത് നോയും യെസ് പറയേണ്ടടുത്ത് യെസ്സും പറയണം. തിരിച്ചു പറയരുത്, തിരിഞ്ഞു പോകരുത്. ചിലവരെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലോ എനിക്ക് വയ്യ, എനിക്ക് സമയമില്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുതേ. അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ നമ്മുടെ മാനസികമായുള്ളൊരു സന്തോഷം ഉണ്ടാകും. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമല്ലേ, യാത്ര ചെയ്യാം, സിനിമയ്ക്ക് പോവാം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം, അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, സന്തോഷം തരുന്നവരുടെ അടുത്ത് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പുതുവത്സരത്തിൽ നമ്മളിലുള്ള ഈ ചെറിയ കുറവുകളൊക്കെ നമുക്ക് പരിഹരിച്ച് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാം.
ഓക്കെ. അപ്പോൾ ലോക സമാധാനത്തിനും നമ്മുടെ സമാധാനത്തിനും വേണ്ടി നമുക്ക് ഈ പുതിയ വർഷത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എന്നെ വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.